മകളിന് പകരം നിങ്ങളുടെ മകൾ ഷാന മാഫിയെ നിങ്ങൾ വിവാഹം ചെയ്തു തന്നതിന് ഹലാലായ ഭാര്യയാക്കി കൂട്ടിച്ചേർത്തുന്നതിന് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഗൈഡിനെ മീറ്റ് ചെയ്ത സമയത്ത് ഐ വാസ് ജസ്റ്റ് ഡൂയിങ് മൈ 10th സ്റ്റാൻഡേർഡ് ആൻഡ് ഹി വാസ് ദ ഡയറക്ടർ ഓഫ് ദാറ്റ് ട്യൂഷൻ സെന്റർ. ഡീപ്പ് ഇൻസൈഡ് സോൾ കണക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഫസ്റ്റത്തെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. ട്യൂഷൻ ഒരു ടീച്ചറായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതില് ഒരു പിടുത്തം കിട്ടാത്ത ഒരു സ്പാർക്ക് ഐ ഹാഡ് ഫെൽറ്റ്, ഒരു സ്പാർക്ക് സംതിങ് എന്താണെന്ന് അറിയില്ല. മറ്റുള്ള മെന്റേഴ്സിനെക്കാളും കൂടുതൽ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സജഷൻസ് എടുക്കാനും ഒരു കംഫർട്ട് ഐ ഹാഡ് ഓൾറെഡി ഫെൽറ്റ് ഇൻ ഷാന. ഞാൻ വീട്ടിൽ മാരേജ് ഓക്കെയാണ്, നമുക്ക് ഫാമിലിക്ക് വിട്ടുകൊടുത്ത സമയത്ത് ഫാമിലിയിൽ നിന്ന് ആദ്യം വന്ന സജഷൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം വന്ന സജഷൻസ് എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു കൈൻഡ് ഓഫ് വർക്കും അതിൻ്റെ ഒരു മെത്തേഡൊക്കെ വെച്ചിട്ട് അവർ പറയുന്നത് എനിക്ക് പുറത്തുനിന്ന് ആരെങ്കിലും എടുക്കുന്നതിനേക്കാളും നല്ലത് ടീമിൽ തന്നെ ആരെങ്കിലും നിന്നെ മനസ്സിലാക്കണം അവർക്ക് പറ്റുള്ളൂ. കാരണം ഞാനെപ്പോഴും ഒരു സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാത്ത ഒരു അൺകോമൺ പാറ്റേൺ ഓഫ് തോട്ടാണ്. എൽഡർ സിസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം വന്ന പേര് ഷാന എന്നാണ്. അപ്പോൾ എനിക്കത് പ്രത്യേകിച്ച് അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. കാരണം പൊതുവെ പലരും പറയാറുണ്ട് വൈ കാൻ യു മാരി ഷാന എന്നുള്ളത്. യങ്ങർ സിസ്റ്ററുടെ അഭിപ്രായം ചോദിക്കാനപ്പോൾ എൽഡർ സിസ്റ്റർ ഷാന എന്നുള്ള പേര് മറച്ചു വെച്ചിട്ട് രണ്ടാമത്തെ സിസ്റ്ററിനോട് സജഷൻ വെച്ചപ്പോൾ ആളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഷാന തന്നെ ഓക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഐ ഫെൽറ്റ് വണ്ടേഡ് എല്ലാവരുടെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഡോക്ടർ അദ്നാൻ ഹാദിയെ സ്നേഹപൂർവ്വം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. I welcome my beloved companion for the coming future, connected by the divine realm, my soulmate, cosmic partner, my beloved Shana Mafi. तेरे बिना मुझको तू जब से हुआ हूँ पूरा मैं बस तेरा ही था इंतजार. ഒരു യാത്ര തുടങ്ങാണ് ഇവിടെ. സോ യെസ്, പ്രതീക്ഷയോട് കൂടി വി സ്റ്റാർട്ട് ചെയ്യാം. ഫിംഗേഴ്സ് ക്രോസ്ഡ്.
ഫുഡ് എന്താണ്? ഗൈഡും എഴുതണം, ഷാന എഴുതണം. തമ്മിൽ പറഞ്ഞു കൊടുക്കരുത്, കാണിച്ചു കൊടുക്കരുത്. എഴുതിയിട്ട് ജസ്റ്റ് പൊക്കണം. ഓഡിയൻസിന് അറിയാവുന്നവരൊക്കെ വിളിച്ച് പറയാട്ടോ. മത്തി എന്ന് പറയുന്നുണ്ട്. മലബാരി ചിക്കൻ ക്രാബ് എന്നാണ് ഒരാൾ എഴുതിയിട്ടുള്ളത്. ചിക്കൻ ഐറ്റംസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓ വൻ പരാജയം. ഐഡിന്റെ ഫേവറേറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ഏതായിരിക്കും? ഇതൊരു ഗസ് ആണ് കേട്ടോ. മൂന്നാർ പ്ലസ് DXB, ഒരാള് ദുബായ് ആൻഡ് മദീന. ഓക്കെ, ദുബായ് കറക്റ്റ് ആണ്. ക്രിക്കറ്റ്. ഓ, അതിൽ ഇവര് സ്കോർ ചെയ്തിരിക്കുകയാണ്. മൂവീസ് ആൻഡ് സ്ലീപ്പിംഗ്. ഗൈഡ് ഡ്രൈവ്. ഗൈഡ് കുറച്ച് സ്റ്റാൻഡേർഡ് പിടിച്ചു. ഷാന ഒരു നൈറ്റ് പേഴ്സൺ ആണോ മോർണിംഗ് പേഴ്സൺ ആണോ? ഗസ് ചെയ്യാട്ടോ. നൈറ്റ് കഴിഞ്ഞിട്ട് വേറെ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷാന പൊക്കി കാണിച്ചില്ല. നൈറ്റ് പേഴ്സൺ. യെസ്. ഫസ്റ്റ് അംബിഷൻ എന്തായിരുന്നു? ടീമിലൊക്കെ വന്ന സമയത്ത് ഷാന ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. തെറ്റിച്ച മോശമാണ്. I know I'm the reason you're hurting, and I know that I still don't deserve it, and you know that I'll never be perfect. I'm trying though. I see what I am and I hate it. You give me your heart and I break it. I don't know how long you can take this. I need to know, do you have faith in me, or did I let you down too many times? ഷാന പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ ഒരു ഏകദേശം 8 മിനിറ്റിന്റെ ഒരു പെർഫോമൻസ്. പക്ഷെ അതിന് എത്രയോ ദിവസം എത്രയോ മണിക്കൂറുകൾ അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എൻജോയ് ചെയ്തു. എങ്ങനെ പറയണം എന്നറിയില്ല. ഇതേ ഉള്ളൂ. ഇന്നത്തെ ഡേ ഇതുകൊണ്ട് കളർഫുൾ ആക്കി തോന്നുന്നു. നമ്മളൊരു ദിവസം ഗൈഡ് മീറ്റിംഗ് ഒക്കെ വിളിച്ച് ഇങ്ങനെ ഒരു മാരേജ് പ്രപ്പോസൽ ആണ് ഷാന മർഫി ആണ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞ സമയത്ത് വി വർ ടോട്ടലി വണ്ടേഡ്. അതിലേറെ വി ആർ സോ ഹാപ്പി. കാരണം നമുക്കൊക്കെ അറിയാം, ഈ 2 പേരും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഗൈഡ് എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി തൻ്റെ എനർജി കൊണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്, ജീവിച്ച് കാണിച്ച് ആണ് നമുക്ക് തരാറുള്ളത്. അപ്പം ഈ 2 എനർജറ്റിക് ബോംബുകൾ കൂടി ചേർന്നാൽ ഇവർ 2 പേരുടെ ജീവിതം വലിയ ഒരു വസന്തമാവുന്നത് കൂടെ തന്നെ. Thank you so much, guys. Thank you so much, Shana, for taking this great chance and being together. So thank you so much, and I love you both. You can't afford to leave me. I cut you deep, you're running dry. But do you still have faith in me? But do you still have faith in me? Do you still have faith in me? എനിവേ ഇപ്പം ഇതാ മാരേജ് കഴിഞ്ഞു. ഇനി ഒരു നെക്സ്റ്റ് ഫേസ് ആണ് ഒരു കോസ്മിക് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗൈഡഡ് കമ്പാനിയൻഷിപ്പ് എന്നൊക്കെ പറയും പോലെ ഒരു യാത്ര തുടങ്ങാണ് ഇവിടെ.